നോക്കാൻ പോകുന്ന NCERT അവർ പാസ് 1 ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ വാട്ട് വെയർ ഹൗ ആൻഡ് വെൻ എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പണ്ടത്തെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എങ്ങനെയായിരുന്നു, ഇവിടെയുള്ള ആളുകളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അവരെന്തായിരുന്നു കഴിച്ചിരുന്നത്, അവരുടെ പ്രധാന ജീവിതോപാധി എന്തായിരുന്നു, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാപ്പിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നർമ്മദ വാലിയാണ്, നർമ്മദ നദിയുടെ തീരം. നർമ്മദ നദിയുടെ തീരത്ത് പ്രധാനമായിട്ടും സ്കിൽഡ് ഗ്യാദറേഴ്സ്, അതായത് ഫോറസ്റ്റിൽ നിന്ന് ഫലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു നർമ്മദ നദിയുടെ തീരത്തുണ്ടായിരുന്നവർ. കൂടാണ്ട് അവർ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസിൻ്റെ അവിടെ ജീവിച്ചിരുന്നവർ എങ്ങനെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവിതോപാധി അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരാണ് ആദ്യമായിട്ട് ക്രോപ്സ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതായത് ഒരു 8000 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് ക്രോപ്സ് ഗ്രോ ചെയ്യാൻ വളർത്താൻ തുടങ്ങിയത് ഈ സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ആ ഒരു റേഞ്ചസിൻ്റെ അവിടെ ഉള്ളവരായിരുന്നു. അവർ പ്രധാനമായിട്ടും ഗ്രോ ചെയ്തിരുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റും ബാർലിയുമാണ്. കൂടാണ്ട് കാറ്റൽ റെയറിങ്ങും അവർ നടത്തിയിരുന്നിച്ചു. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് വിന്ധ്യാസ് വിന്ധ്യാനിരകളും അതുപോലെ തന്നെ ഗാരോ ഹിൽസ്, അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ആദ്യമായിട്ട് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് വിന്ധ്യാസിൻ്റെ അവിടെ ഉള്ളവരാണ് ആദ്യമായിട്ട് റൈസ് തന്നെ ഗ്രോ ചെയ്തത് ഈ വിന്ധ്യാസ് റീജിയനിലുള്ളവരാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4700 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് സിറ്റീസ് ഫ്ലറിഷ് ചെയ്തത്, നഗരങ്ങൾ വ്യാപിച്ചത് ഇൻഡസ് നദിയും അതുപോലെ തന്നെ ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസിൻ്റെ തീരത്തുമാണ് ആദ്യമായിട്ട് സിറ്റീസ് ഫ്ലറിഷ് ചെയ്തത്. പിന്നീട് ഒരു 2500 വർഷങ്ങൾക്ക് ശേഷം ഗംഗാ നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ കൈവഴികളുടെ അവിടെയായിട്ട് സിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗാ നദിയുടെ സൗത്തിലായിട്ട്, അതായത് സോൺ നദിയുടെ ആ ഒരു പരിസരത്തായിട്ട് എമർജ് ചെയ്ത് വന്നൊരു വലിയൊരു കിങ്ഡമാണ് നമ്മളീ പറയുന്ന മഗധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഗധ എന്താണ്, പിന്നീട് നമ്മൾ മഗധയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ മഗധ ഇന്നത്തെ ബീഹാറിലാണ് വരുന്നത്. അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള രാജാക്കന്മാർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിംഗ ഡൈനാസ്റ്റി, നമ്മുടെ അശോക, അതുപോലെയുള്ള റൂളേഴ്സൊക്കെ ഭരിച്ചിരുന്ന പ്രദേശമാണ് മഗധ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ റൂളേഴ്സ് പവർഫുള്ളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ വലിയൊരു കിങ്ഡം ആയിരുന്നു അവർ സെറ്റപ്പ് ചെയ്തിരുന്നത്. പിന്നെ അവർ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും അവരെന്ത് ചെയ്തിരുന്നു, അവരുടെ സ്വാധീനം ചെലുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യാണ്, ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റു പല ഭാഗങ്ങളിലേക്ക് അവർ പോകുന്നതാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഹിമാലയാസ് ആവട്ടെ, നമ്മുടെ ഡെസേർട്സ്, റിവേഴ്സ്, അതുപോലെ തന്നെ സീസ്, ഇവിടെ കൂടിയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ജേർണീസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആയിരുന്നു, പക്ഷേ എങ്കിലും അവരത് ചെയ്യാതിരുന്നില്ല, ഒരിക്കലും ഇമ്പോസിബിൾ ആയിരുന്നില്ല, പക്ഷെ അവരത് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ജീവിതോപാധി അന്വേഷിച്ചായിരുന്നു പ്രധാനമായിട്ട് എന്ത് ചെയ്തിരുന്നത്, ഈ യാത്രകൾ അവർ നടത്തിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡിസാസ്റ്റേഴ്സിനെ ഭയന്ന് അവരെന്ത് ചെയ്തിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കലും ലൈവ്ലിഹുഡ് അന്വേഷിച്ച് മാത്രമല്ല, ഡിസാസ്റ്റേഴ്സിനെ ഭയന്ന് അതിൽ നിന്നൊരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു, മൂവ് ഓൺ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർമീസായിട്ട് നടന്ന് അവരെന്ത് ചെയ്തിരുന്നു, പല ലാൻഡുകളും കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട്
തുടങ്ങിയിരുന്നു. ഇവരെ കൂടാണ്ട് മെർച്ചൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാരവാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷിപ്സ് ഉപയോഗിച്ചിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരും യാത്ര ചെയ്തിരുന്നു. അതുപോലെ തന്നെ റിലീജിയസ് ടീച്ചേഴ്സ് ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക്, ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് നടന്ന് അവരെന്ത് ചെയ്തിരുന്നു, അവർക്ക് കിട്ടിയ അറിവുകളൊക്കെ അവരെന്ത് ചെയ്തിരുന്നു, ഉപദേശങ്ങളൊക്കെ അവർ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ നൽകിയിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർ അവർ അഡ്വഞ്ചേഴ്സിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു സാഹസികതയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തിരുന്നു, യാത്രകൾ നടത്തിയിരുന്നു. അതായത് അവർക്ക് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം, എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചിരുന്നു. അങ്ങനെയും യാത്ര നടത്തിയവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പരസ്പരം കണ്ടുമുട്ടിയതിൻ്റെയൊക്കെ ഫലമായിട്ട് പല ഐഡിയാസ് ഷെയർ ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ആളുകൾ നമുക്കറിയാം, പലരും ട്രാവൽ ചെയ്യുന്നുണ്ട്, പലതും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുന്നുകളുണ്ട്, മൗണ്ടെയ്ൻസ് ഉണ്ട്, കടലുകളുണ്ട്. അപ്പോൾ ഈ കുന്നുകൾ, ഈ മലകൾ, അതുപോലെ തന്നെ ഇതൊക്കെ ഈ കടൽ, ഇപ്പോൾ നമുക്കറിയാം സീസ് എന്ന് പറയുമ്പോൾ അറേബ്യൻ സീ ഉണ്ട്, ബേ ഓഫ് ബംഗാളുണ്ട്. പിന്നെ കുന്നുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്, നമ്മുടെ ഹിമാലയൻ മൗണ്ടെയ്ൻസ്, പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അരക്കൻ യോമ, അതുപോലെയുള്ള ഈ ഹിൽസും മൗണ്ടെയ്ൻസും സീസൊക്കെ ഒരു നാച്ചുറൽ ഒരു ഫ്രോണ്ടിയർ ആയിട്ട്, ഒരു അതിർത്തി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കടന്ന് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത്, ഇപ്പോൾ ഹിമാലയൊക്കെ കടന്ന് അന്ന് ഇങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കടൽ കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. പക്ഷേ എങ്കിലും എന്ത് ചെയ്തിരുന്നു, പല ഫ്രോണ്ടിയേഴ്സിലുള്ള ആൾക്കാരും എന്ത് ചെയ്തിരുന്നു, നമ്മുടെ സബ് കോണ്ടിനെൻറ്റിലേക്ക് എത്തുകയും ഇവിടെ സെറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ്, ഇവരുടെ ഈ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പല കൾച്ചറൽ ട്രഡീഷൻസും വളരാൻ തുടങ്ങിയത്. അവർ വന്നതിൻ്റെ ആ ഒരു ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ അകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ കാവ് ചെയ്യുന്ന രീതിയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈല് പോലും പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്വാധീനം അതിൻ്റെ അകത്തും വന്നിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, നമ്മുടെ ലാൻഡിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വേർഡാണ് യൂസ് ചെയ്യുന്നത്, ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള രീതി. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വരുന്നത് ഇൻഡസ് എന്നുള്ള വാക്കാണ്. അപ്പോൾ ഇൻഡസ് എന്നുള്ളത് നമ്മൾ സംസ്കൃതത്തിൽ നമ്മൾ സിന്ധു എന്ന് പറയും. അതുതന്നെ ഇറാനിയൻസും അതുപോലെ തന്നെ ഗ്രീസിലുള്ള ആൾക്കാരും ഇൻഡസിനെ അവർ വിളിച്ചിരുന്നത് ഹിൻഡോസ് അഥവാ ഇൻഡോസ് എന്നായിരുന്നു. അതായത് ഇൻഡസ് നദിയുടെ കിഴക്ക് വശത്തായിട്ടുള്ള റീജിയനെ പരാമർശിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നതാണ് ഹിൻഡോസ് അഥവാ ഇൻഡോസ്. അതാണ് പിന്നീട് ഇൻഡസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അങ്ങനെയാണ് പിന്നീട് അത് മാറി ഇന്ത്യ എന്നുള്ളതാകുന്നത്. അപ്പോൾ ഇൻഡസ് നദിയുടെ കിഴക്കായിട്ട് ഉള്ള ലാൻഡിനെ വിശേഷിപ്പിച്ചതായിരുന്നു ഇന്ത്യ എന്നുള്ള രീതിയിൽ. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കെന്ന് പറയുന്നത് ഭാരത എന്നുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഭാരത എന്നുള്ള ഇതാണ്. ഭാരത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ നോർത്ത് വെസ്റ്റിലായിട്ട് ജീവിച്ചിരുന്നു വെച്ചു. അപ്പോൾ ഇവരെ പറ്റിയിട്ട് നമ്മുടെ സാംസ്ക്രിറ്റ് വർക്കായ ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു 3500 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ക്ലാൻ ഇതാണ് ഭരത എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഭാരത എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ആർട്ടിക്കിൾ 1 അകത്ത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റായിട്ട്
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിയിലേക്ക് ഭാഗമായിട്ട് വരും ആർട്ടിക്കിൾ 1 എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്താണ് ഇന്ത്യ ദാറ്റ് ഈസ് പാരിസ് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇത് നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ്. 2023 ഒരു കോൺട്രവേഴ്സ് നിലനിന്നിരുന്നു. അതായത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് മാറി ആ സമയത്ത് പ്രസിഡൻറ്റ് ഓഫ് ഭാരത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറുകയും പല ചർച്ചകളും അതിൻ്റെ ഭാഗമായിട്ട് ഡിബേറ്റ്സുകളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 1 എന്താണെന്ന് അറിയണം. ആർട്ടിക്കിൾ 52 പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പറ്റിയിട്ട് അറിയണം, ആർട്ടിക്കിൾ 52. പിന്നെ ആർട്ടിക്കിൾ 394A ക്ലോസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതും നോക്കണം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ നെയിം, ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്താണെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് പാരിസ് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 52, ആർട്ടിക്കിൾ 394A ക്ലോസ് 2 അത് നമ്മുടെ ഹിന്ദി ട്രാൻസ്ലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതും ഒന്ന് നോക്കുക എന്താണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, പിന്നെ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിക്കുന്ന പല പല എവിഡൻസസ് ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ പല കാര്യങ്ങളും വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കൈകൊണ്ടെഴുതിയ കാര്യങ്ങൾ നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പനയോല, അതുപോലെ തന്നെ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാലയാസിൽ കാണുന്ന ഒരു ട്രീ ഉണ്ട്, അതിൻ്റെ ബാർക്കിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, ഹിസ്റ്റോറിയൻസ് അഥവാ ആർക്കിയോളജിസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ലാറ്റിൻ വേർഡായിട്ടുള്ള മനു എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹാൻഡ് കൊണ്ട് എഴുതിയ, കൈ കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റിനെ നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് മാനുസ്ക്രിപ്റ്റ്സും ഇൻസ്ക്രിപ്ഷൻസും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആയിട്ടൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരാവുന്നതാണ്. ഇനി ഈ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പനയോലയിലും ഈ മരത്തിൻ്റെ തടിക്ഷണത്തിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും ഇൻസെക്ട്സ് തിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകാം. പിന്നെ ഇത് കൂടുതലായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ടെമ്പിൾസിലും ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഈ സന്യാസാശ്രമങ്ങളിലും വിഹാരങ്ങളിലും ഒക്കെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ അകത്ത് എന്തൊക്കെ സബ്ജക്ട്സാണ് ഉൾക്കൊള്ളുന്നത്, അതായത് മിക്ക സബ്ജക്റ്റുകളും ഇതിൻ്റെ അകത്ത് മാനുസ്ക്രിപ്റ്റ്സിൽ വരുന്നുണ്ട്. ഇപ്പോൾ റിലീജിയസ് ബിലീഫ്, നമ്മുടെ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ അന്നത്തെ പ്രാക്ടീസുകൾ എന്തൊക്കെയായിരുന്നു, റിലീജിയസ് പ്രാക്ടീസസ് എന്തായിരുന്നു, പിന്നെ രാജാക്കന്മാരുടെ ജീവിത രീതി, മെഡിസിൻ, സയൻസ്, അതുപോലെ പല കാര്യങ്ങളെ പറ്റിയിട്ടും ഈ ഒരു മാനുസ്ക്രിപ്റ്റ്സിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈവൻ പല എപ്പിക്സ്, ഇതിഹാസങ്ങളും കാവ്യങ്ങളും നാടകങ്ങളും വരെ ഈ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പലതും എഴുതിയിരിക്കുന്നത് പ്രധാനമായിട്ടും സാൻസ്ക്രിറ്റ് ഭാഷയിലും അതുപോലെ തന്നെ ചിലതൊക്കെ പ്രാകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സാധാരണ ജനങ്ങൾ യൂസ് ചെയ്തിരുന്ന ഭാഷയാണ് പ്രാകൃതം എന്ന് പറയുന്നത്. കൂടാണ്ട് തമിഴിലും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേറ്റീവ്ലി അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ഹാർഡ് സർഫേസിൽ എഴുതുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കല്ലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഹ കഷ്ണത്തിലോ നമ്മൾ എഴുതുന്ന ഇതാണ് റൈറ്റിങ്സ്, നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ചില സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജാക്കന്മാർ അവരവരുടെ ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ കാണുന്ന രീതിയിൽ, അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവരനുസരിക്കണമെന്നുള്ള നിലയിൽ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഈവൻ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും അവരെന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജാവ് ഏതെങ്കിലും ഒരു ബാറ്റിലിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ വിജയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇൻസ്ക്രിപ്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴേക്കും ഒരു 2250 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഇൻസ്ക്രിപ്ഷൻ കാണാം. ഈ ഇൻസ്ക്രിപ്ഷനാണ് നമ്മുടെ കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അശോക ചക്രവർത്തിയുടെ സമയത്തുള്ള ഇൻസ്ക്രിപ്ഷനാണ് ഈ കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 2 സ്ക്രിപ്റ്റിലാണ്, ഒന്ന് ഗ്രീക്കിലും ഒന്ന് അരാമിക്കിലുമാണ്. ഇത് ഈ കാണ്ഡഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേൽഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലും ഗ്രീക്ക് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടും ഇത് അരാമിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ മാനുസ്ക്രിപ്റ്റ്സും ഇത് രണ്ടും മാത്രമല്ല, ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ എഴുത്തറിയാവുന്നവർ അല്ലെങ്കിൽ രാജാക്കന്മാർ, രാജ്ഞിമാർ, ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും മാനുസ്ക്രിപ്റ്റ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒബ്ജക്ട്സിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് മെയിൻലി സ്റ്റോണും ബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അവരുടെ പെയിൻറ്റിങ്സ്, സ്കൾപ്ചർ അതൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ മണ്ണിനടിയിൽ കുഴിച്ച് ഇപ്പോൾ അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്തൊക്കെ, അവരുടെ കിച്ചൺ വെപ്പൻസ് എന്തൊക്കെയാണ്, പോട്ട്സ്, പാൻ, അവരുടെ ഓർണമെൻറ്റ്സ്, ആൾക്കാർ യൂസ് ചെയ്തിരുന്ന കോയിൻസ്, ഇതൊക്കെ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവർ ഇത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ക്ലേ കൊണ്ടാണോ മെറ്റൽ കൊണ്ടാണോ അല്ലെങ്കിൽ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് ഹിസ്റ്ററി കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴേക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എവിഡൻസസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതത്രയും ലോങ് ടൈമിൽ നീണ്ടു നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ മാത്രമേ നമുക്ക് ഈ അവശിഷ്ടങ്ങളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് സംതിങ് ഇച്ചിരി ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എവിഡൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആൾക്കാർ ഈ ആർക്കിയോളജിസ്റ്റ് തന്നെ ഇപ്പോൾ ആനിമൽസിൻ്റെ അല്ലെങ്കിൽ ബേർഡ്സ് ഇതിൻ്റെയൊക്കെ ബോൺസ് നോക്കിക്കൊണ്ട് അവർ പണ്ടത്തെ കാലത്തെ ആൾക്കാർ എന്തൊക്കെയായിരുന്നു കഴിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഈ ഗ്രെയിൻസൊക്കെ ഇപ്പോൾ കത്തി ചാരമായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അത് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പഠിച്ച് എന്തൊക്കെ ഗ്രെയിൻസ് ആയിരുന്നു അന്നത്തെ കാലത്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോളേഴ്സാണ്, പണ്ഡിതന്മാരാണ്. അവർ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അവർ കൂടുതൽ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മാനുസ്ക്രിപ്റ്റ്സും ഇൻസ്ക്രിപ്ഷൻസും ഈ ആർക്കിയോളജിക്കൽ എവിഡൻസൊക്കെയാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഴ്സസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ ഒരു നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് പഠിക്കുക, അത് അവർക്കൊരു സാഹസികത നിറഞ്ഞൊരു ജോബാണ്. കാരണം അവർക്ക് പതിയാണ് ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്
സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ലൈക്ക് ഡിറ്റക്റ്റീവ്സിനെ പോലെയാണ്. അവരെല്ലാ ക്ലൂസും യൂസ് ചെയ്ത് ഓരോ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ക്ലൂസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി മേക്ക് ചെയ്തിരുന്നത്, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ രാജ്യത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ പല കസ്റ്റംസ് പല പ്രാക്ടീസസാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആൻഡമാൻ ഐലൻഡിലുള്ള ആൾക്കാർ കൂടുതൽ ഫിഷിങ്, ഹണ്ടിങ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസൊക്കെ കളക്ട് ചെയ്തതാണ്. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തെ ആൾക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള ഇപ്പോൾ സിറ്റീസിലുള്ളവരെ നോക്കുകയാണെങ്കിൽ മറ്റ് വില്ലേജസിലുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് പണ്ടത്തെ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാജാക്കന്മാരെ കുറിച്ചും അവരുടെ നടത്തിയ യുദ്ധങ്ങളെയൊക്കെ കുറിച്ചായാലും അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് നമ്മൾ കിട്ടുന്നത് അതിൻ്റെ റെക്കോർഡ്സ്, അവരുടെ വിജയങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷേ ഓർഡിനറി പീപ്പിൾ, സാധാരണ ജനങ്ങൾ, ഇപ്പോൾ ഹണ്ടേഴ്സ്, ഫിഷിങ് നടത്തുന്നവർ, ഗ്യാദറേഴ്സ്, ഫാമേഴ്സ് അല്ലെങ്കിൽ ഹേർഡേഴ്സ്, അവർക്ക് എന്താണ് അവർ ചെയ്തതെന്നുള്ളതിൻ്റെ റെക്കോർഡ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലാണ് നമ്മുടെ ആർക്കിയോളജിക്കൽ എവിഡൻസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ റിമൈൻസൊക്കെ അവർ പഠിച്ചിട്ട്, ഇപ്പോൾ ഒരു ചൂണ്ടക്കോല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂണ്ടക്കോലിൻ്റെ കാലഘട്ടം ഏതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഓർഡിനറി പീപ്പിളിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ സാധ്യമാകുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെയാണ്. ഇനി ഈ ഡേറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ പലയിടത്തായിട്ട് 4700 വർഷങ്ങൾക്ക് മുന്നേ, 2500 വർഷങ്ങൾക്ക് മുമ്പേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ പാസ്റ്റിലെ നമ്മുടെ ഇയേഴ്സ് അല്ലെങ്കിൽ ഇയേഴ്സിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റിനെ നമ്മൾ കാണിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ 2000 എന്നുള്ള വർഷം അത് സൂചിപ്പിക്കുന്നത് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഡേറ്റ്സിനെ നമ്മൾ ബാക്ക്വേർഡായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ BC 1 BC 6 ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BC 6 പറയുന്നത്. BC 6 കഴിഞ്ഞിട്ടാണ് BC 1 വരുന്നത്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ബാക്ക്വേർഡായിട്ട് കൗണ്ട് ചെയ്യുന്ന ക്രൈസ്റ്റിൻ്റെ ബർത്തിന് മുന്നേ ഉള്ള ആ ഒരു ഡേറ്റ്സിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് BC ആണ്. BC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ ദ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ ഉള്ളത് അന്നോ ഡൊമിനിയാണ്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ആ ഒരു പീരീഡ്, ഇൻ ദ ഇയർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള മീനിങ് ആണ് അന്നോ ഡൊമിനിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് ശേഷം ഉള്ള പീരീഡിനെ നമ്മൾ അന്നോ ഡൊമിനി എന്ന് പറയും. അപ്പോൾ അതിനെ AD എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 2012, 2022 അതൊക്കെ നമുക്ക് AD വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇപ്പം ചില ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ BCയും AD ഒക്കെ മാറ്റിയിട്ട് CE എന്നുള്ള പീരീഡും BC എന്നുള്ള രീതിയിലും BCE എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് CE ഉദ്ദേശിക്കുന്നത് കോമൺ എറ, അഥവാ നമ്മുടെ ADയുടെ അതേ മീനിങ് തന്നെയാണ് CEക്ക് വരുന്നത്. പിന്നെ BCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ കോമൺ എറ, അതായത് ബിഫോർ ക്രൈസ്റ്റിൻ്റെ ആ ഒരു പീരീഡ് എന്നുള്ള ആ മീനിങ്. പിന്നെ ചില ഇടങ്ങളിൽ നമ്മൾ BP എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബിഫോർ പ്രസൻറ്റ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇവിടെയുള്ള ലെറ്റ്സ് റീകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത് ബെനഫിഷ്യലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഫ്രെയിം ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നർമ്മദ വാലിയുടെ അവിടെയുള്ള പ്രത്യേകത എന്താണ്? നർമ്മദ വാലിയുടെ അവിടെയുള്ള പ്രത്യേകത എന്താണ്?
നർമ്മദ വാലിയുടെ അവിടെയാണ് ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും വരുന്നത്. മഗധ എന്ന് പറയുന്നതാണ് ദ ഫസ്റ്റ് ബിഗ് കിങ്ഡം എന്ന് പറയുന്നത്. ഗാരോ ഹിൽസാണ് ഏർലി അഗ്രികൾച്ചർ. ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, അവിടെയാണ് നമുക്ക് ഫസ്റ്റ് സിറ്റീസ് ഫ്ലറിഷ് ചെയ്യുന്നത്. ഗംഗാ വാലിയുടെ അവിടെയാണ് 2500 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സിറ്റീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ റീകോൾ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.